നമ്മൾ ഇതുവരെ ആയിട്ട് ഒരു റൈസ് റെസിപ്പി ഇട്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ കരുതി ഇന്ന് നമുക്കൊരു റൈസ് റെസിപ്പി ആക്കാമെന്ന്. ഒരു കിടുക്കാച്ചി പെരി പെരി ചിക്കൻ റൈസുമായിട്ടാണ് ഇന്ന് ഞാൻ ക്രഞ്ചി വേൾഡിൽ വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ 4 പീസായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചിക്കൻ 2 മാരിനേഷനായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് 10 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കൈപ്പിടി നിറയെ പുതിന ഇലയും, ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നമ്മുടെ ചെറിയ മിക്സി ജാറിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച പേസ്റ്റ് ചിക്കനിലേക്ക് ഇട്ട് ചിക്കനുമായി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേഷന് വേണ്ടി മാറ്റി വെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേഷന് വേണ്ടി വെക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ റെഡിയായി. ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു 3-4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കാം. ഇതിന് നമുക്ക് കുറച്ച് മസാലാസ് ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുമിൻ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കൊറിയൻഡർ സീഡ്സ് 1 ടേബിൾ സ്പൂൺ, പെപ്പർകോൺസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1.5 ചിക്കൻ സ്റ്റോക്ക്, അതായത് നമ്മുടെ ചിക്കൻ ക്യൂബ്സ്. ഇവയെല്ലാം ഒന്ന് നമ്മുടെ ചെറിയ മിക്സി ജാറിലൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു 10-12 റെഡ് ചില്ലി എടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതായത് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആക്കി മാറ്റണം. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായി റെഡ് ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ടുള്ള റെഡ് ചില്ലിയോ അതല്ലെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സോ എടുക്കാം. ഏതായാലും നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ മല്ലിയിൽ 1 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനുമായി മസാലാസൊക്കെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വരണം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള റൈസ് ആട്ടോ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് എരിവ് കൂടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി. ഇത് നമുക്ക് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഒന്ന് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കണം. ഇവിടെ ഞാൻ കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നമ്മുടെ ചിക്കൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ക്രഞ്ചി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മറക്കാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചിക്കൻ മസാലാസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേഷന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി മാരിനേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഓരോ ചിക്കൻ വീതം നമ്മുടെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട. ലോ ഫ്ലെയിമിലിട്ട് വേണേൽ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാനൊന്നും പാടില്ല കേട്ടോ. ഈ ചിക്കൻ ഒന്ന് കുക്കായി വരാൻ ഏകദേശം ഒരു 35-40 മിനിറ്റോളം എടുക്കും. ഈ ചിക്കൻ ഒന്ന് കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ റെഡിയായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താണ് കുക്ക് ചെയ്തെടുത്താണ്. നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ റെഡിയായി. ഇനി ഒരു പാൻ എടുത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാനുള്ളതാണ്, ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ നമുക്കിത് 3ഉം കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. ഇപ്പോൾ ഇത് വരവായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് വറുത്ത് കോരി വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 2 സിനമൺ സ്റ്റിക്ക്, ഒരു 3-4 ഏലക്കായി, ഒരു 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് മതി കേട്ടോ. ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും എരിവ് കൂടുന്നുള്ള പേടിയൊന്നും വേണ്ട, അത് നമ്മൾ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ പച്ചമുളക് കീറിയിട്ടൊന്നും അല്ല ഇടുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളിയുടെ ഹാഫ് എടുത്ത് മിക്സി ജാറിലൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്ത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഉണക്കനാരങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുത്ത് നമ്മുടെ തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അറബിക് മിക്സ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് അറബിക് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം, മന്തിയോ അതല്ലെങ്കിൽ കബ്സ മസാല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരി വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 3 കപ്പോളം അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനൊരു 5 കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഏകദേശം 2.5 മണിക്കൂറോളായി. അതുകൊണ്ടാട്ടോ ഞാൻ 5 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നോർമലി നമ്മൾ 1 മണിക്കൂറൊക്കെയാണല്ലോ വെള്ളത്തിൽ കുതിർത്തി വെക്കാറ്. അപ്പോൾ പിന്നെ ഏകദേശം ഒരു 5.5 കപ്പോളം വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിന് ചേഞ്ചസ് വരാം കേട്ടോ. പിന്നെ ഒരു പൊട്ടാറ്റോ ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വെള്ളമെല്ലാം ഊറ്റിയെടുത്ത ഈ 3 കപ്പ് അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, എങ്കിലേ എല്ലാ അരിയും ഒരുപോലെ വേവുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇതാ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചിക്കനൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് ദം ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ഓയിലും അതിൽ കുറച്ച് മസാലയും ബാക്കി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ചോറിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി, അതാ കാണിക്കാത്തട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ റൈസിന് ഇടയ്ക്കൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്തിരി കുങ്കുമപ്പൂ പാലിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതോ യെല്ലോ ഫുഡ് കളറോ ചേർക്കാം. പിന്നെ ചോറിൽ ഇടയ്ക്കൊരു റെഡ് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. നമ്മുടെ ചോറ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ യെല്ലോ കളറും റെഡ് കളറൊക്കെ ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച് നമ്മുടെ ക്യാരറ്റും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് കുറച്ച് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഇത് നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല, നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ ഡെക്കറേഷന് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന പോലെ കുറേയൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇനി നമ്മൾ റൈസും ചിക്കനും ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഫോയിൽ എടുത്ത് മടക്കി ഒരു ബൗൾ രൂപത്തിലാക്കി നമ്മുടെ ചോറിൻ്റെ മുകളിൽ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ പീസ് ചാർക്കോൾ നന്നായി കത്തിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ലിഡ് വെച്ച് കവർ ചെയ്യാം. ഞാൻ ഈ ലിഡിൻ്റെ ഹോളിൽ ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 8-10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഈ ഫോയിലും ഈ ചാർക്കോളും ഇതൊന്ന് എടുത്ത് ഒഴിവാക്കാം. പിന്നെ ഇതിലെ ചിക്കൻ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ റൈസ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ലൊരു സ്പൈസി റൈസ് ആട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിലും ആ മസാല ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് നമുക്കിത് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ആദ്യം നമുക്ക് റൈസ് ഇതുപോലെ കോരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വിതറി കൊടുക്കണം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കാച്ചി പെരി പെരി ചിക്കൻ റൈസ് സെറ്റായി. ഈ ചിക്കൻ്റെ മസാല പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഫ്ലേവർ നമ്മൾ റൈസിലും കൂടെ വന്നതുകൊണ്ട്
അടിപൊളിയാണ്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ഈ ചിക്കൻ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ എന്നെ അറിയിക്കുക. നമ്മൾ മന്തിക്കും കബ്സക്കൊക്കെ കൂട്ടുന്ന നമ്മുടെ ടൊമാറ്റോ ചട്നി ഇത് നല്ലൊരു കോമ്പിനേഷനാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.